ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം എല്ലാവരും കാത്തിരുന്നതാണ് ആ ഒരു സീനുകളൊക്കെ നമ്മൾ ജനറൽ പ്രമോയ്ക്കകത്ത് കണ്ടായിരുന്നു. ഈ ജനറൽ പ്രമോ എന്ന് പറയുന്നത് നമുക്ക് ശനിയാഴ്ച ദിവസം കിട്ടുന്ന ഒരാഴ്ചയിലെ പ്രമോ. ആ ഒരു പ്രമോയ്ക്കകത്ത് ആ ഒരു സീനൊക്കെ കാണിച്ചായിരുന്നു. അമ്പലത്തിൽ പോയപ്പം മണി അടിക്കുന്ന ഒരു സീന്, നമ്മുടെ രേവതിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് മണി അടിക്കുന്ന ആ ഒരു സീൻ, അത് ഫേമസ് ആയ ഒരു സീൻ തന്നെയായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഇങ്ങനെ നീണ്ട് കിടക്കുന്ന ആ ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. എന്നാണ് ഈ സീൻ ഇനി കാണിക്കുന്നത്? എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷമാണ്. അത് തന്നെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല, നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ അങ്ങ് കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ ഇതൊന്നുമല്ല. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധി ആണെങ്കിൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, ഒരു സമാധാനവും ഇല്ലാതെ നടക്കുകയാണ്. സുധിക്ക് ജോലിയില്ല, കൂലിയില്ല. അതിൻ്റെ കൂടെ തന്നെ സച്ചിയുടെ അതും ഇതുമൊക്കെ കേട്ടിട്ട് ഗതി കെട്ട് നടക്കുകയാണ്. അങ്ങനെ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് ജോലി പോയ കാര്യം ഏതായാലും ശ്രുതിനെ അറിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ശ്രുതിയോടെ കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു സീനാണ് ഇന്ന് കാണിക്കുന്നത് ആദ്യ ഭാഗമായിട്ട്. അങ്ങനെ ആ ഒരു സീൻ കാണിക്കുന്നു. നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആയിക്കോട്ടെ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു ജോലി ശ്രുതിയാണ് തപ്പി കണ്ടുപിടിച്ച് ആ ഒരു കമ്പനിയിൽ ജോലി ഏർപ്പാടാക്കിയത്. അതുകൊണ്ട് തന്നെ ശ്രുതി എന്ത് പറയും, എന്ത് വിചാരിക്കും, ഇനിയിപ്പം ശ്രുതിക്ക് ഇഷ്ടപ്പെടൂലേ എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ ഒരു കാര്യം നമ്മുടെ ശ്രുതിയോട് തുറന്നു പറയുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വേറെ ഒന്നുമല്ല. ശ്രുതിക്ക് ഇതൊരു വലിയ കാര്യമായിട്ട് ശ്രുതി കാണുന്നില്ല. ജോലി പോയെങ്കിൽ പൊക്കോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പമിരിക്കുന്നത്? ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി, ശ്രുതിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, നല്ലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി കിട്ടൂലേ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ സമാധാനപ്പെടുത്തുന്ന ശ്രുതി. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് പറ്റിയൊരു ഭാര്യ തന്നെയാണ് ഈ പറയുന്ന ശ്രുതി. കാരണം ഏതൊരു ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിൽക്കുന്ന ഒരു പെണ്ണിനെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രുതിക്ക് വലിയ സന്തോഷമാകുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി പറയുക, ഏതായാലും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഓർത്ത് നീ എന്തെങ്കിലും പറയുമായിരിക്കുമെന്നാണെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല, ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എന്ത് പരിപാടിയാടി കാണിച്ചത്? ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ ഓഫീസിൽ കയറിയിട്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ 2 പ്രാവശ്യം ജോലി കിട്ടിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് മാറിപ്പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ശരിയാകും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കൂട്ടുകാരി ശ്രുതിയോട്. എന്നിട്ട് നീ എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം, അത് വേറെ ഒന്നും കൊണ്ടുമല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പം ശ്രുതിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന് ശ്രുതിയെ കുറ്റപ്പെടുത്തിയാൽ ഞാൻ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് എനിക്കറിയാം. ആ ഒരു തെറ്റ് അതൊരു വലിയ തെറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പം എന്നെ അത്രയ്ക്ക് കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ഞാനിപ്പം ശ്രുതിയുടെ തെറ്റുകൾ അത് വേണ്ടാന്ന് വെക്കുന്നത് തന്നെ അല്ലേ നല്ലത്? എന്തിനാ അത് ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നത്? ശ്രുതി ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റ് ശ്രുതിയും എന്നോട് ക്ഷമിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാരി, അമ്പടി കള്ളി നീ, അപ്പം അതുകൊണ്ടാണല്ലേ ഞാൻ ഓർക്കുകയും ചെയ്തു നീ എന്തിനാ ഇങ്ങനെ ശ്രുതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന്. ഏതായാലും കൊള്ളാലോടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് എന്താ പറയുക, ശ്രുതിക്ക് ഇപ്പം വേറെ ഒന്നുമല്ല, ശ്രുതിക്ക് എങ്ങനെയെങ്കിലും നിലനിന്ന് പോകണം, തൻ്റെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു സീനാണ് തുടങ്ങുമ്പോൾ കണ്ടത് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ ആണ് മെയിൻ സീന്, നമ്മുടെ മണിയടിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സീന് അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്ക് പോകുമ്പം മുത്തശ്ശിയും അതുപോലെ, അതായത് അച്ചമ്മയും പാറൂട്ടി അമ്മയും രേവതിയും സച്ചിയും ഉണ്ട്. ഇവർ ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സച്ചിയുടെ പാട് നോക്കി ഇതിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. രേവതി ഏതായാലും ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ്. അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊരു നിശബ്ദതയൊന്നുമില്ല. ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ എപ്പോഴും സൗണ്ടൊക്കെ, റോഡ് സൈഡിലായതുകൊണ്ട് എപ്പോഴും സൗണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ മനസ്സിനൊരു വല്ലാത്ത സന്തോഷവും, ഇവിടെ വന്നു കഴിയുമ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ എന്തോ ഒരു സമാധാനവും ഒക്കെ തോന്നുകയാണെന്ന് പറയുകയാണ്. അപ്പം ഇങ്ങനെ നടന്നു കഴിയുമ്പോഴേക്കും അവിടെ ഒരു പൂക്കാരി നിൽക്കുകയാണ്. അപ്പോൾ പൂ വിൽക്കുന്ന ഒരു ചേച്ചി നിൽക്കുകയാണ്.
അങ്ങനെ ആ ഒരു പൂക്കാരീനെ കണ്ട ഉടനെ നമ്മുടെ രേവതിക്ക് വലിയ സന്തോഷമാകുന്നു. രേവതി ഓടിച്ചെന്ന് വർത്താനമൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ വർത്താനം പറയുന്നതേ ഉള്ളൂ. ആ ഒരു നിൽക്കുന്ന പൂ വിൽക്കുന്ന അവർക്ക് നമ്മുടെ രേവതി ആരാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം രേവതി ആരാന്ന് മനസ്സിലാവാത്ത പക്ഷം തൊട്ടടുത്ത അച്ചമ്മയുണ്ട്, അച്ചമ്മേനെ അറിയാം. അപ്പം ഇതാരാ കലാവതി അമ്മ, ഇതാരാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ ഇതെൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യ. നിനക്കറിയില്ലേ സച്ചിമോൻ്റെ ഭാര്യ. സച്ചിയുടെ വിവാഹം കഴിഞ്ഞായിരുന്നോ? അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസമായി. ഇവരേതായാലും ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ് കലാവതി അമ്മ പറയുകയാണ്, അച്ചമ്മ പറയുകയാണ്, ഇവക്കും ഒരു പൂക്കടയുണ്ട്, അവിടെ നല്ലൊരു പൂക്കട തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് മോള് കണ്ട ഉടനെ തന്നെ കുശലം അന്വേഷിക്കാനും വിശേഷമൊക്കെ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ രേവതി ചോദിച്ചത് വേറെ ഒന്നുമല്ല, പൂവ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് ചോദിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ ജോലി ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ജോലി പോലെ തന്നെ ചെയ്യുന്ന ഒരാളെ നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ വിശേഷം തിരക്കും. കാരണം നമ്മുടെ ജോലി തന്നെ അതായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഇത് വരുമല്ലോ, ചോദിക്കാനൊരു ഇത് തോന്നൂല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്ക് അത് തോന്നിയത്. അപ്പോൾ അവിടെയൊക്കെ അവർ സംസാരിച്ചിട്ട് ഇവർ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മണിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് ഇതിൽ അടിക്കാൻ ഇങ്ങനെ വല്ലാത്തൊരു ആഗ്രഹം, മണി അടിക്കാൻ. പക്ഷെ വലിയ പൊക്കത്താണുള്ളത്, ഞങ്ങളുടെ അമ്പലത്തിലൊന്നും ഇങ്ങനെ മണി അടിക്കില്ല. അപ്പോൾ എനിക്കിത് ഒന്ന് അടിക്കാൻ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇത് പറ്റില്ലല്ലോ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് രേവതി. അപ്പോഴേക്കും നമ്മുടെ പാർക്കുട്ടി അമ്മ പറഞ്ഞു, അതിനെന്തിനാ മോള് വിഷമിക്കുന്നത്? മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ സച്ചി എടുത്ത് മോളെ മണി അടിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞു രേവതി. അവിടുന്ന് രേവതിക്ക് അറിയാലോ നമ്മുടെ സച്ചിയുടെ സ്വഭാവം. സച്ചി മണി അടിപ്പിക്കുമോ? രേവതി വലിയ കൂട്ടാക്കിയൊന്നുമില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മണിയുടെ ചുവട്ടിൽ തന്നെ നിൽക്കുകയാണ്. അടിക്കാൻ ആഗ്രഹമുണ്ടോ മണിയെ? അങ്ങനെ നമ്മുടെ കലാവതി മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എടാ സച്ചി മോനെ, ഒരു കാര്യം ചെയ്യടാ, പാവമുണ്ടടാ, അവൾക്കതൊന്ന് അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, നീ ഒന്ന് പോയി ഒന്നെടുത്ത് അവൾക്കൊന്ന് മണി അടിക്കാൻ കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവളെ ഞാൻ എടുത്തു പോക്കി മണി അടിപ്പിക്കാൻ. ഈ സച്ചിനെ കിട്ടൂല. അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിലേ ഇവിടെ കസേരയൊക്കെ വല്ലതും കാണില്ലേ, ആ കസേര വല്ലതും കൊണ്ടിട്ട് അതിൻ്റെ പൊക്കത്ത് കയറി അവൾ മണി അടിക്കട്ടെ, കസേര ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞപ്പം അയ്യോ മോനെ അതൊന്നും അല്ല, ഇവിടെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് വരുമ്പം മണി അടിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും, അതുപോലെ നല്ലൊരു ജീവിതം കിട്ടും, അങ്ങനെ ഒരു ആചാരം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആചാരമോ? ആ ആചാരത്തിനൊന്നും എനിക്കിപ്പോൾ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോയപ്പം ഒരു ശാന്തി അവിടെ നിന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ശാന്തിയോ ഒരാൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല ഈ ആചാരം ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു ആചാരം ഈ അമ്പലത്തിലൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും ഇപ്പം ചോദിച്ചോ? എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് സെറ്റാക്കാൻ നോക്കുമ്പോഴാണ് അവരുടെ ഓരോരോ ചോദ്യം കൊണ്ട് വന്നേക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയാൾ മുറുമുറുത്തോണ്ട് അങ്ങ് പോയി. ഇത് എവിടെ നിന്ന് വന്നേക്കുന്നെന്ന് പറഞ്ഞ് മുറുമുറുത്തോണ്ട് അയാൾ അങ്ങ് പോയി. അങ്ങനെ നമ്മുടെ കലാവതി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പം എന്താ ചെയ്യുക, മണി അടുപ്പിക്കാൻ ഇനിയിപ്പോൾ എന്താ ഒരു മാർഗം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വേറൊരു സീൻ കാണിക്കുന്നുണ്ട്, നമ്മുടെ വർഷയും ശ്രീകാന്തും. അപ്പോൾ വർഷയും ശ്രീകാന്തും ഫോണിൽ കൂടെ സംസാരിച്ചല്ലോ, ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ആരാന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കഴിച്ചു വർഷ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്ക് ആ ഫുഡ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു ഫുഡ് കഴിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് ഏതായാലും വിളിച്ചു പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഫുഡ് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ഏതായാലും താൻ ഇത്രയ്ക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ആദ്യമായിട്ടാണ് ഞാൻ ദോശ കഴിക്കണത്, എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് ദോശ, ഏതായാലും നല്ല സെറ്റായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ്, ഏതായാലും വിളിച്ച് പറഞ്ഞല്ലോ നല്ല കാര്യം, ഇനി എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വിളിക്കും ഫുഡ് വേണമെങ്കിൽ. ഇനി ഏതായാലും നിങ്ങളെ വിവാഹം കഴിച്ചാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ വിവാഹം കഴിച്ചൊന്നുമല്ല, എന്തായാലും നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിന് ഒരുപാട് ഭാഗ്യമുണ്ട്, കാരണം നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ. അപ്പോഴത്തേക്കും കൂട്ടുകാരിയല്ല നമ്മുടെ വർഷ പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ നമ്പർ എനിക്കിതാ, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഫുഡ് ഇങ്ങനെ റെഡിയാക്കി കൊടുത്തു വിട്ടാൽ മതി, ഇനിയും വേറെ ഒത്തിരി ഫുഡ് ട്രൈ ചെയ്യുമ്പം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് നമ്മുടെ ശ്രീകാന്തിനോടൊരു വിശ്വാസം വന്നു, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമല്ലോ. അതുമല്ല നമ്മുടെ വർഷയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നവരെ വലിയ ഇഷ്ടമാണ്.
വർഷ എന്ന് പറയുന്ന ഒരു ഇന്നലെ നമ്മൾ ആ സീനിൽ കണ്ടായിരുന്നു, അയാൾ പറഞ്ഞായിരുന്നല്ലോ ഒരു ഭക്ഷണപ്രിയാണ് വർഷ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷ പറയുകയും ചെയ്തു, എനിക്കൊരു ഷെഫിനെ വിവാഹം കഴിക്കാനാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഷെഫ് നമ്മുടെ ശ്രീകാന്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ച് വെക്കുന്നു, നമ്പർ മേടിക്കുന്നു. ഏതായാലും നമ്മുടെ വർഷയ്ക്ക് ചെറിയൊരു എന്തോ ഒരു സോഫ്റ്റ് കോർണർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സ്പാർക്ക് വീഴുകയാണ്. നമ്മുടെ ശ്രീകാന്തിനോട് ചെറിയൊരു ഇഷ്ടം, ആ ഒരു ഫുഡിനോട് ഇഷ്ടമായതുകൊണ്ട് ശ്രീകാന്തിനോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കാണിക്കുന്നു. അപ്പം പിന്നത്തെ സീൻ എന്ന് പറഞ്ഞാൽ നേരെ അമ്പലത്തിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പം അമ്പലത്തിലാണെങ്കിൽ നമ്മുടെ രേവതീനെ കൊണ്ട് മണിയടിപ്പിക്കാൻ വേണ്ടി അച്ചമ്മ പഠിച്ച പടി 18 നോക്കി അങ്ങനെ ഒരു വിദ്യ കണ്ടുപിടിച്ചു. നമ്മുടെ പാറൂട്ടിയമ്മയും അച്ചമ്മയും കൂടെ തർക്കിക്കുകയാണ്. പാറൂട്ടിയമ്മ പറഞ്ഞു, പിന്നെ സച്ചിക്ക് പറ്റില്ല മണിയടിപ്പിക്കാൻ, ഇന്ന് സച്ചി ഒഴിഞ്ഞു മാറി നടക്കുന്ന വേറെ ഒന്നും കൊണ്ടുമല്ല, ആ ചെറുക്കന് ആരോഗ്യമൊന്നും ഇല്ലെന്നേ, ആ ശരീരം വെച്ചിട്ട് എങ്ങനെയാ രേവതീനെ പൊക്കിയെടുക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അച്ചമ്മ പറയുന്നു, പിന്നെ നിന്നോട് ആരാ പറഞ്ഞത്? എൻ്റെ മോനെ രേവതീനെ അല്ല, അവന് എത്ര കിലോ വെയിറ്റുള്ള ഭാരവും അവൻ തൂക്കിയെടുക്കുന്നവനാ, അവന് നല്ല കരുത്തുള്ളവനാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇത് കേട്ടുകൊണ്ട് സച്ചി വരുന്നു. സച്ചി വന്നു കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കും. നിങ്ങൾ തമ്മിൽ എന്താ ഈ അമ്പലത്തിൽ വന്ന് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, കേൾക്കണോ മോനെ, ഇവള് പറയുന്ന കേട്ടോ, എൻ്റെ മോൻ ആരോഗ്യമില്ല, ശക്തിയില്ല, കരുത്തില്ല, അതുകൊണ്ടാ രേവതീനെ എടുത്തു പൊക്കാൻ പറ്റാത്തതെന്ന്. മോൻ അങ്ങനെയാണോ? എൻ്റെ മോനെ എനിക്കറിയില്ലേ, മോന് നല്ല ആരോഗ്യമുണ്ട് പാറു, നീ ഇങ്ങനെ ചുമ്മാ പറയണ്ട, അവന് നല്ല ആരോഗ്യമുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, പിന്നെ ആരോഗ്യം ഞാൻ വിശ്വസിക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോനെ ഇതേ പറയുന്ന കേട്ടോ, ഇവള് വിശ്വസിക്കത്തില്ലെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്കും പെട്ടെന്ന് വാശി കയറി കേട്ടോ. അപ്പം സച്ചി പറഞ്ഞു, ആര് പറഞ്ഞു എനിക്ക് ആരോഗ്യമില്ലെന്ന്? ഇവളെപ്പോലെ 10 പേരെ എനിക്ക് ഒരുമിച്ചെടുത്ത് വെക്കാനുള്ള ആരോഗ്യമുണ്ടെന്ന് പറയുമ്പോൾ, പിന്നെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ആഹാ അത്രയ്ക്കായോ എന്നും പറഞ്ഞാണ് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഏതായാലും രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. രേവതി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക, മണിയിൽ അടിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്ത് ചെന്നിട്ട് പതിയെ രേവതിനെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് നമ്മുടെ രേവതിനെ അങ്ങ് എടുത്തു. രേവതി അങ്ങോട്ട് എന്താ പറയുക, രേവതിക്കും വല്ലാണ്ട് അങ്ങ് ആയിപ്പോയി. രേവതിനെ അങ്ങ് എടുത്തു. രേവതി ആ എടുത്ത ഒരു സമയം കൊണ്ട് മണിയടിക്കണോ സച്ചിനെ നോക്കണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് രേവതി. അങ്ങനെ രേവതി പെട്ടെന്ന് മണിയടിച്ച് പതുക്കെ നമ്മുടെ രേവതിനെ ഇറക്കിയിട്ടോ. ആ ഒരു സീനെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സീന് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ അവർ മാക്സിമം പറ്റാവുന്ന രീതിയിൽ റൊമാൻസ് ഒക്കെ ചെയ്താണ് ആ സീൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു സീനൊക്കെ മനസ്സിലേക്ക് പതിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും വൈകിട്ട് നിങ്ങൾ മറക്കാതെ കാണണം. അടിപൊളി സീന് തന്നെയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുന്നു. ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അതായത് ഇവർ ഇറക്കിക്കഴിഞ്ഞ് പരസ്പരം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. ആ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്പലത്തിൽ നടക്കുന്നത് വേറെ ഒന്നുമല്ല, അമ്പലത്തിലൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. ഈ കന്യകമാരെങ്ങാണ്ട് പൂജ ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അവിടെ 3 കന്യകമാരെ അവർ സെറ്റാക്കി വെച്ചിരുന്നു. പക്ഷെ അതിലൊരു പെൺകുട്ടി വന്നില്ല. അങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ്, അപ്പം ഇനിയിപ്പം വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ അവിടെ എല്ലാവരും ചോദിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അതിനെന്താ ശാന്തി, ഞാൻ വരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പാറൂട്ടിയമ്മ, ഈ പെങ്കൊച്ച് എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ അവൾ ചെല്ലട്ടെ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എൻ്റെ പൊന്നേ, അവളുടെ വിവാഹം കഴിഞ്ഞതല്ലേ, അവൾ കന്യകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അച്ഛമ്മയ്ക്ക് പെട്ടെന്നാണ് അപ്പോഴത്തേക്കും ബുദ്ധി തോന്നി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് വല്ലാത്ത സംശയമുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞത് തന്നെയാണ് കാര്യം, വേറെ ഒന്നുമല്ല. ഇവർ തമ്മിൽ ഇതുവരെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടില്ല. ആ ഒരു ഉറപ്പ് രേവതി മോൾക്കുള്ളത് കൊണ്ടാണല്ലോ, രേവതി കന്യക ആയതുകൊണ്ടാണല്ലോ രേവതി ഇപ്പം അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് കയറി ചെന്നത്. അപ്പോൾ രേവതിനെ പെട്ടെന്ന് മുത്തശ്ശി അച്ഛമ്മ വിളിച്ചിട്ട് മോളെ എന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് തൊട്ടടുത്ത് നിന്നവരൊക്കെ, ഈ കൊച്ചെന്നെ ഈ കാണിക്കുന്നത്, ഈ കൊച്ചെൻ്റെ വിവാഹം കഴിഞ്ഞല്ലേ, ഇതിൻ്റെ നെറ്റിൽ സിന്ദൂരമൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ, ഇതിനെന്താ ഒട്ടും വിവരമില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ രേവതി തന്നെ ഓർത്തത് താൻ വിവാഹം കഴിഞ്ഞതാണല്ലോ എന്ന്. അങ്ങനെ രേവതി അവിടെ നിന്ന് പെട്ടെന്ന് മാറിപ്പോയി. ഏതായാലും അച്ഛമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇവർ തമ്മിൽ ഒരു ബന്ധവും നടന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാവുകയാണ്, പൂർണ്ണമായിട്ട് മനസ്സിലാവുകയാണെന്ന് പറയാം ആ ഒരു സീനോട് കൂടി തന്നെ. കാരണം പാറൂട്ടിയമ്മ പറയുന്നുണ്ട്, ഇവർക്ക് ശാന്തി മുഹൂർത്തമൊക്കെ വെച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ശാന്തി മുഹൂർത്തമൊക്കെ വെച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശാന്തി മുഹൂർത്തമൊക്കെ വെച്ചു. അവർ റൂമിനകത്ത് കയറി അവിടെ എന്താ നടക്കുന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ.
ഇതേതായാലും ഇത് തന്നെയാണ് ഇവർ ഈ പുറത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇവരുടെ മനസ്സും രണ്ടും ശരീരവും രണ്ടായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. വിവാഹം കഴിഞ്ഞെങ്കിലും അതിൻ്റെതായ ഇതൊന്നും നടന്നിട്ടില്ലെന്ന് പാറൂട്ടിയമ്മയ്ക്ക് ഉറപ്പായി, മുത്തശ്ശിക്ക് ഉറപ്പായി. ഏതായാലും മുത്തശ്ശി വല്ലാണ്ടങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയിട്ടോ. കാരണം മുത്തശ്ശീന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അച്ഛമ്മേനെയാണ് കേട്ടോ. അച്ഛമ്മേനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇതും കൊണ്ട് നമ്മുടെ രേവതി പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചിയോട് വിളിക്കുകയാണ് രേവതി. അങ്ങനെ അവർ തമ്മിൽ ചെറിയ വഴക്ക അമ്പലത്തിൽ വെച്ച് തന്നെ നടക്കുന്നു. ഇതും നമ്മുടെ മുത്തശ്ശി കാണുകയാണ്. അപ്പം മുത്തശ്ശിക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമനില തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞതൊക്കെ സത്യമാണ്. രവീന്ദ്രൻ പറഞ്ഞായിരുന്നല്ലോ ഇവർ തമ്മിൽ ഇച്ചിരി രസക്കുറവുണ്ട്, ചേർച്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും അങ്ങോട്ട് മുത്തശ്ശി പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർക്ക് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു. നിൻ്റെ അമ്മായിയമ്മയല്ലേ ഉദ്ഘാടനം ചെയ്ത്, ഏതായാലും അതിൻ്റെ ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഐശ്വര്യമൊക്കെ ഉണ്ട്, ഏതായാലും എനിക്ക് പേടിയാടി. ഇനിയിപ്പം ഐശ്വര്യം ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, എങ്ങനെയെങ്കിലും ആ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകണം എന്നോട്, അല്ലെങ്കിൽ പിന്നെ സത്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കും എല്ലാം കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ് കോർണർ എപ്പോഴും എന്നോട് ഉണ്ടായിരിക്കണം. ആ രീതിയിൽ എനിക്ക് അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരിക്കലും എൻ്റെ അമ്മായിയമ്മേനെ തള്ളിക്കളയാൻ പറ്റില്ല. എനിക്ക് എന്നും ചേർത്ത് തന്നെ പിടിക്കണം. കാരണം ഞാൻ അത്രയും വലിയൊരു കുറവോട് കൂടിയാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പോകുന്നത്. അതും വലിയ കള്ളത്തരമായിട്ടല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും സോപ്പിട്ട് ഏതായാലും മയക്കി വെക്കാനൊക്കെ ഇങ്ങനെ പറയുകയാണ് കൂട്ടുകാർ. അപ്പോഴേക്കുമാണ് പണ്ട് നമ്മുടെ ശ്രുതിനെ ശല്യം ചെയ്തൊരു മാനേജർ, ഒരു മേഡത്തിൻ്റെ മാനേജർ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ശ്രുതിനെ ശല്യം ചെയ്തു. അപ്പം അയാളോട് വിളിച്ച് നമ്മുടെ ശ്രുതി പറഞ്ഞായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്നൊക്കെ. അവിടെ ചെന്ന് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തല്ലോ ഇവർ. അപ്പം അയാൾ അറിയുകയും ചെയ്തായിരുന്നു വിവാഹം കഴിഞ്ഞെന്ന്. അപ്പം അയാൾ പെട്ടെന്ന് കയറി വരുന്ന ആ ഒരു സമയം പെട്ടെന്ന് കയറി വരികയാണ്. അപ്പം അയാളെ കണ്ട ഉടനെ നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, വേറൊന്നുമല്ല, നീ കുറേ കള്ളത്തരം കാണിച്ചല്ലേ ഇപ്പം ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് പേടിച്ചു പോവുകയാണ്. അപ്പം എല്ലാ കള്ളത്തരവും കണ്ടുപിടിച്ചു മീൻസ് നമ്മുടെ ശ്രുതിയുടെ മുൻകാല ചരിത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്നാണ് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് നിൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഇനിയിപ്പം നടക്കാനൊന്നും പോകുന്നില്ല, നിൻ്റെ കള്ളത്തരം ഞാൻ എല്ലാവരുടെ അടുത്തും പറയാൻ പോവുകയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ട് സംസാരമൊക്കെ അങ്ങ് താഴ്ത്താൻ തുടങ്ങി. പ്ലീസ് സാർ, എന്താണ് ഈ കാണിക്കുന്നത്, എൻ്റെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കില്ലെന്നൊക്കെ പറയുകയാണ്. അപ്പം ഇതേ സമയത്താണ് നമ്മുടെ ആര് കയറി വരുന്നത്, ശ്രുതി കയറി വരുന്നത്. ശ്രുതി കയറി വന്നിട്ട് ഇയാൾ എന്താ ഇവിടെ, ഇതെന്താ ഇയാളിങ്ങനെ, നീ എന്താ ഇയാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതിയോട്. അപ്പോഴത്തേക്കും അയാൾ കള്ളത്തരം ഞാൻ പൊക്കി, ആ കള്ളത്തരം എനിക്കിപ്പോൾ ഇവിടെ പറയണം, ഞാനത് പറയുമെന്ന് പറയുമ്പം പെട്ടെന്ന് ശ്രുതിക്ക് പേടിയാവുകയാണ്. ശ്രുതിയുടെ മുമ്പിൽ വെച്ച് അതായത് നമ്മുടെ ശ്രുതിയുടെ ചരിത്രം വല്ലതും വിളമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ. അങ്ങനെ അയാൾ പെട്ടെന്ന് പറയുക, നിങ്ങൾ എന്താ വിചാരിച്ചത്, എല്ലാവരെയും പൊട്ടന്മാരാക്കാന്നാണോ നീ വിചാരിച്ചത്? നിങ്ങളുടെ രണ്ടിനെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിയാതെയല്ല അന്ന് അവിടുത്തെ പാർട്ടിക്ക് വന്നത്, ഇതെല്ലാം വെറും കള്ള നാടകമല്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശ്രുതിക്ക് ആശ്വാസമായത്. കാരണം വേറൊന്നുമല്ല, ശ്രുതി ഓർത്തത് ശ്രുതിയുടെ ചരിത്രം മുഴുവൻ ഇപ്പം വിളമ്പും ഇവിടെ കുളവാകുന്ന. അപ്പോഴേക്കും പെട്ടെന്ന് കൂട്ടുകാരി പറഞ്ഞു, പിന്നെ ഇതാണോ നിങ്ങളുടെ വലിയ രഹസ്യം, നിങ്ങൾ ഏതാണ്ട് രഹസ്യം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വെക്കുന്ന പോലെ വന്നേക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് വലിയ രഹസ്യമൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരി പറഞ്ഞപ്പം ഇത് വലിയ രഹസ്യമല്ലെന്ന് ആരാ പറഞ്ഞു, ഇതെൻ്റെ മേഡം അറിഞ്ഞാണ്ടല്ലോ, എൻ്റെ മേഡത്തിനെ പറ്റിക്കല്ലായിരുന്നോടി നീ എന്ന് ശ്രുതിയോട് ചോദിച്ചു. എന്നിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവർ തന്നെയാണ്, ഇനി കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല, സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, വീട് തോറും ഇങ്ങനെ ഇറങ്ങി നടന്ന് തിരുമുന്നവളല്ലേ, ഇവളുടെ എല്ലാം എനിക്കറിയാം, ഇവളാരാണ്, എങ്ങനെയുള്ളവളാണെന്നൊക്കെ എനിക്കറിയാം, തിരുമി ഇവൾ എത്ര ആൾക്കാരുടെ കൂടെ പോയിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ എണ്ണം എടുക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഒരു ഒറ്റ അടി കൊടുത്തിട്ട് നല്ലത് പറഞ്ഞു വിടുകയാണ് അയാളെ. നിങ്ങൾ എന്താണ് കാണിച്ചത്, ഒരു പെണ്ണിൻ്റെ മാന്യതയല്ലേ നിങ്ങളിപ്പം ചൂഷണം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഇതുപോലെ മേലാൽ ഒരു പെണ്ണുങ്ങളുടെ അടുത്തും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു വിടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ശ്രുതിക്ക് വീണ്ടും നമ്മുടെ ശ്രുതിയോട് ഭയങ്കര സ്നേഹമാകുകയാണ്. കാരണം ആ ഒരു കെയറിങ് തന്നെ ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് ടടിയൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ ആ ഒരു ഇതൊക്കെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക. അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.